ശ്രീ കെ വിജയൻ. സർ, കൂടുകളിലും വലവളപ്പുകളിലും മത്സ്യം വളർത്തുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ? വിശദമാക്കാം. ആവിഷ്കരിച്ച് തുടങ്ങി സംസ്ഥാനത്തെ ഏറ്റവും നമ്മുടെ ഡ്രീം പ്രോജക്റ്റാണ് ഈ ജനകീയ മത്സ്യകൃഷി. സർ, അത് വലിയ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉൾപ്പെടുത്തി 500 യൂണിറ്റ് ശുദ്ധജല മത്സ്യങ്ങളുടെ കൂട് കൃഷി, 1300 യൂണിറ്റ് കരിമീൻ കൂട് കൃഷി, 300 യൂണിറ്റ് ഊരുജല മത്സ്യങ്ങളുടെ കൂട് കൃഷി സർ എന്നിവയ്ക്കായി 1151.93 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി നൽകുകയും ജില്ലകളിൽ പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കി വരികയും ചെയ്തു. ഇതിന് പുറമെ വയനാട് ജില്ലയിലെ ബാണാസുര, കാരാപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ കക്കി, കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമുടി എന്നീ ജലസംഭരണികളിൽ കൂട് മത്സ്യകൃഷി വിജയകരമായി നടപ്പാക്കുന്നു. സർ, ജനകീയ മത്സ്യകൃഷി പദ്ധതി ഉൾപ്പെടുത്തിയ തോടുകൾ, കനാലുകൾ, കൈവഴികൾ, അരുവികൾ തുടങ്ങിയ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗപ്പെടുത്തി മത്സ്യോത്പാദനം വർദ്ധിപ്പിച്ച് മത്സ്യ കർഷകർക്കും തൊഴിലാളികൾക്കും സുസ്ഥിര വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ എംബാങ്ക്മെന്റ് പദ്ധതി സർ അതിൻ്റെ സംസ്ഥാനത്തിലെ ഉദ്ഘാടനം ഈ അടുത്ത ദിവസം നമ്മൾ എറണാകുളത്താണ് നടത്തിയത്. കേരളത്തിൽ എല്ലായിടത്തും ഈ എംബാങ്ക്മെന്റ് പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കുകയാണ്. പൊതുജലാശയങ്ങൾ വളപ്പുകൾ നിർമ്മിച്ചും പരിസ്ഥിതി സൗഹാർദ്ദ രീതിയിൽ താൽക്കാലിക ചിറകൾ, തടയണകൾ കെട്ടിയും തദ്ദേശീയ മത്സ്യവിത്തുകൾ നിക്ഷേപിച്ച് ശാസ്ത്രീയ പരിപാലന മുറകളിലൂടെ വളർത്തിയെടുക്കുന്ന പദ്ധതിയാണിത്. ഇത് വലിയ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും കൂടി ചേർന്നൊരു മീറ്റിംഗ് അടുത്ത ദിവസം വെച്ചിട്ടുണ്ട്. ഈ വെള്ളക്കെട്ടായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഏതെല്ലാം ഇനം മത്സ്യങ്ങളാണ് കൂട് മത്സ്യകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്ന് വിശദമാക്കും. സർ, ജലാശയങ്ങളിലെ കൂട്ടുകൃഷികളും തിലോപ്പിയ, കരിമീൻ മത്സ്യയിനങ്ങളും, ഒരു ജലാശയങ്ങളിലെ കൂട്ടുകൃഷിയിൽ കാളാഞ്ചി, പൊമ്പാനോ, കരിമീൻ, മോത, തിരുത, ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇപ്പോൾ അനുയോജ്യമായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്.